ആരാധിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും കർത്താവേ, ഈ മലയാള ആരാധനയിൽ ഓൺലൈനിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ, ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവേ ഈ മീറ്റിംഗിൽ കർത്താവെ പങ്കുചേരുവാൻ നീ വന്നിരിക്കുന്ന സമയത്തിനായി സ്തോത്രം. നീ എല്ലാം അറിയുന്നതിനായി സ്തോത്രം. എല്ലാ സിറ്റുവേഷനിലും നിന്റെ കൺട്രോളിലായിരിക്കാൻ സ്തോത്രം കർത്താവേ. ഇന്ന് വൈകിയ സമയത്ത് കർത്താവെ ആരാധന അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം നീ മാനിക്കണമേ കർത്താവെ. ഇത് വൈകിയ സമയത്ത് കർത്താവെ വീട്ടുകളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും നീ സഹായിക്കണമേ. എല്ലാ മക്കളോടും കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ബലമുള്ള കരം, നന്മയുടെ കരം, കൃപയുടെ കരം കർത്താവേ ഇന്ന് വൈകിയ സമയത്ത് എല്ലാ മക്കളുടെ മേലും വെച്ച് നീ അനുഗ്രഹിക്കണമേ കർത്താവേ. രാവിലെയുള്ള ആരാധനകളെല്ലാം നിന്റെ കരം കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഈ വൈകിയ സമയത്ത് കർത്താവേ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നാണ് കർത്താവേ. ദുഃഖിതരായിരിക്കുന്നവർ, ക്ഷീണിതരായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, അവരെ ഓർത്ത് വൈകിയ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക കോവിഡ് വൈറസിനാൽ അഫക്ട് ചെയ്തിരിക്കുന്നതായ അനേകം മക്കൾ സിംഗപ്പൂർ ദേശത്തിലുണ്ട് കർത്താവേ. പ്രത്യേക ഞങ്ങളുടെ ഡോമിറ്ററികളിൽ ജോലി ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. അനേകം കർത്താവ് അവിടെ താമസിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവർക്ക് പരിപൂർണ്ണ സുഖത്തെ നീ കൊടുക്കണമേ കർത്താവേ. ദേശങ്ങൾ കഷ്ടങ്ങളിലായിരിക്കുന്നു. അമേരിക്കയ്ക്കായി, ഇന്ത്യക്കായി, ഓസ്ട്രേലിയക്കായി, ഇറ്റലിക്കായി, സ്പെയിനായി, ഫ്രാൻസിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ വൈകിയ സമയത്ത് കർത്താവ് ദേശങ്ങളുടെ മേൽ നിന്റെ കരം വയ്ക്കണമേ കർത്താവേ. നിന്റെ സുഖത്തിന്റെ ബലത്തിന്റെ കരം ഇന്ന് രാത്രി കർത്താവേ. കഷ്ടതയിൽ ഞങ്ങൾ നിന്നോട് യാചിക്കുമ്പോൾ നീ ഉത്തരം തരുന്ന കർത്താവായി ഇന്ന് വൈകിയ സമയത്ത് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയാൽ അനുഗ്രഹിച്ചാണ് കർത്താവേ. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ കരം കൂടെ ഇരിക്കണമേ കർത്താവേ. മാനിച്ചാട്ട് കൃപയിൽ പൊതിഞ്ഞാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ഈ വൈകിയ സമയത്ത് നിങ്ങളെ എല്ലാവരെയും ഈ മലയാള ആരാധനയ്ക്കായി ഞങ്ങൾ ക്ഷണിക്കുന്നു. വീട്ടുകളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ചു ചേർന്ന് നമുക്ക് കുടുംബമായി സഭയിൽ ഒരു കുടുംബമായി ആരാധിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വീട്ടുകളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ശ്രമിക്കുവാൻ കർത്താവ് വന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സിറ്റുവേഷൻ എല്ലാം മാറും. കർത്താവ് നമുക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് തരും. കർത്താവ് നമ്മളെ മാനിക്കട്ടെ. പാട്ടുകൾ പാടി ഈ വൈകിയ സമയത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആദ്യമായി ബൽപ്രിയനെ, യേശു നായകനെ എപ്പോൾ വരും എന്നുള്ള പാട്ട് നമ്മളെല്ലാവരും ചേർന്ന് വീട്ടിലായിരിക്കും നിങ്ങളെല്ലാം കരങ്ങൾ അടിച്ച് ചേർന്ന് പാടാം. I'm
അസാധ്യം നമ്മുടെ കർത്താവിനാൽ എല്ലാം സാധ്യം. അസാധ്യമായി ഒന്നുമില്ല നമ്മുടെ കർത്താവിനാൽ. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ദൈവത്തിന്റെ മഹാകരുണയും കൃപയും നമ്മുടെ മേൽ ഇറങ്ങട്ടെ എന്ന്. ഹല്ലേലൂയ. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ദൈവത്തിന്റെ അനുകൂലത്തിന്റെ കരം നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഇന്ന് രാവിലെ ഇന്ന് വൈകിയ സമയത്ത് കർത്താവ് തൊട്ട് നമ്മെ സമാശ്വസിപ്പിക്കട്ടെ. വേദനയിലായിരിക്കുന്നവർ, കഷ്ടത്തിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവരെ ഇന്ന് ഫൽക്കാലം കർത്താവ് ഹല്ലേലൂയ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ മാനിക്കട്ടെ. കർത്താവ് നമ്മളെ ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കി പ്രയാസിതരായി അവരുടെ മുഖം രചിച്ചു പോയതുമില്ല. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിട്ടുവീച്ചു. കർത്താവേ, വൈകിയ സമയത്ത് കഷ്ടങ്ങളിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, ഞെരുക്കത്തിലായിരിക്കുന്നവരെ ഓർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, പരിപൂർണ്ണ സുഖവും ബലവും സമാധാനവും നിന്റെ അത്ഭുതത്തിന്റെ കരം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണമേ. കർത്താവേ യേശുവേ, നീ സഹായത്തിന്റെ ദൈവമായി, കരുണയുടെ ദൈവമായി നടത്തുന്ന കർത്താവായി ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളുടെ മലയാള ആരാധന അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ 23 വർഷം കർത്താവേ, ഞങ്ങൾ ആരംഭിച്ച മലയാള ആരാധന നീ മാനിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. അനേകം നിന്നെ കണ്ടെത്തുവാൻ, അനേകം സ്നാനമേൽക്കുവാൻ, അനേകം നിനക്കായി സമർപ്പിക്കുവാൻ കഴിഞ്ഞ 23 വർഷമായി മലയാള ആരാധന നീ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, വൈകിയ സമയത്ത് ഞങ്ങളെ വീണ്ടും നിന്റെ കരുത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നത് സഹായിക്കണമേ. അതോടൊപ്പം ഞങ്ങളെ ശ്രമിക്കുന്ന ഓരോ മക്കളെ നീ ധൈര്യപ്പെടുത്തണമേ. കർത്താവേ, ഓൺലൈനിൽ ഞങ്ങളുടെ മെസ്സേജുകൾ ശ്രമിക്കുന്നവർ, ഞങ്ങളുടെ ആരാധനയിൽ പങ്കുചേരുന്നവർ, അവരുടെ കുടുംബങ്ങളെ നീ മാനിക്കണമേ. കർത്താവേ യഹോവേ, നിന്റെ കരം തൊട്ട് ആശീർവദിക്കണമേ. നിന്റെ കരം തൊട്ട് നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ബലപ്പെടുത്തിയാണ്ട് നന്മകളാൽ നിറച്ചാണ്ട് പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതിനായി സ്തോത്രം. നടത്തുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഒന്നുകൂടെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ. വചനത്തോട് ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ പരിനാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ സമയത്ത് വീണ്ടും ഒരു പാട്ട് കൂടെ പാടുന്നു. ദൈവവചനം സംസാരിക്കുന്നതിനെ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന ആ പാട്ട് കൂടി പാടുന്നു. ഒന്നിച്ച് ചേർന്ന് നമുക്ക് പാടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. Hallelujah.
വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. ട്രൂ ലൈഫ് കമ്മ്യൂണിറ്റി ചർച്ച് സിംഗപ്പൂരിന്റെ ഹല്ലേലൂയ മലയാള ആരാധനയിലാണ് നിങ്ങൾ ഹല്ലേലൂയ ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഇന്ന് വൈകിയ സമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ളതായ വേദഭാഗങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയച്ചതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടവോ കരവിട്ടു പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് അവർ പറഞ്ഞു, പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റെ കണ്ടു പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവ, നീ ദൈവപുത്രൻ, സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വീണ്ടും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രി ഞങ്ങൾ വായിച്ചു കേട്ട വൈകിയ സമയത്ത് ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിനായി സ്തോത്രം. നിന്റെ മക്കളെയെല്ലാം സഹായിക്കണമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. കഷ്ടതയിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, വേദനയിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നിന്നോട് അടുത്തു വരുവാൻ, നിന്നെ മുറുകെ പിടിക്കുവാൻ നീ ഞങ്ങൾക്ക് ഇടയാക്കണമേ കർത്താവേ. ഇന്ന് രാത്രി വേദനയാലും കഷ്ടത്തിനാലും ഭാരത്തിനാലും രോഗത്തിനാലും ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവേ, നിന്റെ ബലമുള്ള കരം തൊട്ട് നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. യഹോവേ, ഹല്ലേലൂയ, ധൈര്യമായിരിക്കുക എന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിച്ചു. കർത്താവേ, എല്ലാവരും ധൈര്യമായിരിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ, വിശ്വാസത്തിൽ കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾ മുന്നേറുവാൻ ഇന്ന് രാത്രി നീ അവിടുന്ന് സഹായിക്കണമേ. ഒന്നുകൂടെ ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവേ, മാനുഷികമായ ഒരു വാർത്തയല്ല, ദൈവികമായ ശബ്ദം ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ശ്രമിക്കുവാൻ നീ ഞങ്ങൾക്ക് ഇടയാക്കണമേ പിതാവേ. ഒന്നുകൂടെ ഞങ്ങളെ മാനിച്ചാണ്ട് കൃപയിൽ പൊതിഞ്ഞാട്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ പൊതുനാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് ഹല്ലേലൂയ നിങ്ങളോട് ഞാൻ സംസാരിക്കണമെന്ന് ഹല്ലേലൂയ വിചാരിക്കുന്ന വിഷയം, കഷ്ടതയിൽ ഹല്ലേലൂയ വിശ്വാസത്തോട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ള തലക്കെട്ടിൽ ചില കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മുടെ കഷ്ടതയിലും വേദനയിലും നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടമായിക്കൂടാ. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മുടെ കഷ്ടതയിൽ. അങ്ങനെ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാകരുണ, ദൈവത്തിന്റെ കൃപ കർത്താവ് നമുക്ക് തീർത്തും തരും. ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ സംഭവിക്കുവാനിടയായി. 1 മുതൽ താഴോട്ടുള്ള ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ വിഘടിയതായിട്ട് യോഹന്നാൻ സ്നാപകന്റെ മരണത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അത് വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ്. യേശു പോലും ആ വിവരം അറിഞ്ഞതിന് ശേഷം തനിയെ ഒരു മലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോവുകയാണ്. യേശു പോലും തനിയെ ഹല്ലേലൂയ പോകുന്നതായ ഒരു അനുഭവം, ഒരു വലിയ വേദനയുടെ അനുഭവമായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ മരണം. ആ കഥയിലേക്ക്, ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷം യേശു കൂടി വന്നെടുത്ത് ഒരു വലിയ ജനസമൂഹം വരുവാനിടയായി. അവരോട് പ്രസംഗിച്ചു, ദൈവവചനം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവരെ അയക്കുന്നതിന് മുന്നേ യേശു 5 അപ്പവും 2 മീനും എടുത്ത് അനുഗ്രഹിച്ചു വാഴ്ത്തി വിശുദ്ധീകരിച്ച് 5000 പേരെ ഭക്ഷിപ്പിച്ചതായിട്ട് നാം അവിടെ കാണുകയാണ്. അതിൽ 20-ാം വാക്യം വായിക്കുമ്പോൾ
അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തന്മാരായി. ഹല്ലേലൂയ. വീണ്ടും 12 കൊട്ട അധികമായി എടുക്കുവാൻ ഇടയായി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ഒരു സംതൃപ്തിയുടെ അനുഭവമായിരുന്നു 20-ാം വാക്യത്തിൽ. 1-ാം വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഹല്ലേലൂയ ജോനാസ്നാമന്റെ മരണമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു സന്തോഷത്തിന്റെ അനുഭവം കടന്നു വന്നു. കർത്താവ് എല്ലാവരെയും പോഷിപ്പിച്ചു, അവരൊക്കെയും സംതൃപ്തന്മാരായി എന്ന് 20-21 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു വളരെ സന്തോഷത്തിന്റെ അനുഭവമായിരുന്നു അവിടെ. അതിനുശേഷം 22 മുതൽ താഴോട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ വിഷയങ്ങളാണ് ഇന്ന് വൈകിയ സമയത്ത് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അവിടെ വീണ്ടും ഒരു ദുഃഖത്തിന്റെ ഒരു അനുഭവം അവിടെ കടന്നു വരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരു സന്തോഷത്തിന്റെ അനുഭവമല്ല. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ താഴ്ചകളും വീഴ്ചകളും ഒക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും ഉയർച്ച താഴ്ചകളുടെ അനുഭവങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. ആ കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. ഉയർച്ചകളും താഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ഇവിടെ നാം 22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്നു, പുരുഷാരത്തെ പറഞ്ഞയച്ചതിന് ശേഷം 5000-ൽ പരം പുരുഷന്മാരും അതിലുപരിയായി സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. വേദപണ്ഡിതന്മാർ പറയുന്ന 20,000-ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം ഹല്ലേലൂയ അവരെ യേശു പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതിനുശേഷം യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ച ഒരു കാര്യം, പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഹല്ലേലൂയ 22-ാം വാക്യം, ഉടനെ യേശു ഞാൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഹല്ലേലൂയ. യേശു അവിടെ ഒരു ദൗത്യം ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായിട്ട് കാണുകയാണ്. ആ ദൗത്യം എന്താണ്? ഗെന്നസരേത്ത് ഹല്ലേലൂയ സമുദ്രം കടന്ന് ഹല്ലേലൂയ ഗെന്നസരത്തിലേക്ക് പോകുവാനായിട്ട് അവരെ കർത്താവ് ഹല്ലേലൂയ അവരോട് പറയുകയാണ്. ഹല്ലേലൂയ. ഒരു ദൗത്യം അവർക്ക് ദൈവം കൊടുക്കുകയാണ്. കടൽ കടന്ന് ഹല്ലേലൂയ ഗെന്നസരത്തിലേക്ക് ചെന്നു ചേരുവാനായിട്ട് കർത്താവ് അവരെ ഹല്ലേലൂയ നടത്തുകയാണ്. ഒരു ദൗത്യം കർത്താവ് അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് നമുക്കും കർത്താവ് ഒരു ദൗത്യം തന്നിട്ടുണ്ട്. വേദനയുടെ മധ്യയിൽ, കഷ്ടത്തിന്റെ മധ്യയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങൾ നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഗെന്നേസരത്തേക്ക് പോകണം എന്നുള്ളൊരു ദൗത്യം ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുവാനിടയായി. വേദപുസ്തകം നാം ആവോളം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവം ഒരു ദൗത്യം കൊടുത്താൽ അല്ലെങ്കിൽ ആ ദൈവം ദൗത്യം കൊടുത്തിട്ട് ഉറങ്ങാനായിട്ട് പോകുന്ന കർത്താവല്ല. ആ ദൗത്യം കൊടുത്തതിന് ശേഷം ആ ദൗത്യത്തിൽ നീ എത്തിച്ചേരും വരെ കർത്താവ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കർത്താവാണ്. ഇവിടെ 22-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശു അവരെ ഗെന്നേസരത്തിലേക്ക് പോകുവാനായിട്ട് ഡയറക്റ്റ് ചെയ്തതിനു ശേഷം യേശു മലമുകളിൽ പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. യേശു ശിഷ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഈ വൈകിയ സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവ് നമുക്കൊരു ദൗത്യം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മൾ ആ ദൗത്യത്തിൽ എത്തിച്ചേരുന്നവരെ കർത്താവ് നമ്മളെ നടത്തും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു ദൗത്യം കൊടുത്തു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുക. അവർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുത്ത് എല്ലാവരെയും എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവാൻ യേശു പറഞ്ഞു. 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യം, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ നടത്തും എന്ന് യേശു അവിടെ പറയുവാൻ ഇടയായി. ഹല്ലേലൂയ. ആ ദൗത്യം കൊടുത്തിട്ട് യേശു അതോടുകൂടെ ഞാൻ നിങ്ങളോടുകൂടെ ലോകാവസാനം വരെ ഇരിക്കുമെന്ന് യേശു പറയുവാൻ ഇടയായി. ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, കർത്താവ് നിങ്ങൾക്ക് ഒരു ദൗത്യം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ നടത്തുന്ന ഈ സമയത്ത് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഒരു നാളും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. കർത്താവ് നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ദൗത്യം തന്ന കർത്താവ് നമ്മളെ അവസാനം വരെ
വഴി നടത്തുന്ന കർത്താവാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഈ ജനത്തെ നീ നയിക്കുക. മോശയോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ഈ ജനത്തെ നീ വിടുവിക്കുക. ഹല്ലേലൂയ. മോശ ചോദിച്ചു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരെന്റെ കൂടെ വരും? ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞ കാര്യം, ഞാൻ നിന്റെ കൂടെ വരും, എന്റെ പ്രസന്നം, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇരിക്കും. കർത്താവിന് ദൗത്യം തന്നെങ്കിൽ ആ കർത്താവ് ആ ദൗത്യത്തിൽ എത്തിച്ചേരുവാൻ ഹല്ലേലൂയ നമ്മളോട് കൂടെ ഇരിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യും. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച കർത്താവ് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും അവരോട് കൂടെ ഇരുന്ന് അവരെ നടത്തി ആ കനാൻ ദേശത്ത് എത്തിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഒരു ദൗത്യം നമ്മുടെ മുന്നിൽ ഇന്ന് രാത്രി ഇന്ന് വൈകിയ സമയത്തുണ്ട്. ആ ദൗത്യം കഷ്ടതയിൽ കർത്താവിനോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. ആ ദൗത്യം കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ആ ദൗത്യം ഭൂലോകത്തിലൊക്കെയും പോയി മറ്റുള്ളവരെ യേശുവിനായി ശിഷ്യന്മാരാക്കിക്കൊള്ളുക എന്നുള്ളതാണ് ആ ദൗത്യം. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് നിങ്ങൾ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. ലോകം മുഴുവനും ഭയത്തിലായിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് സഭയ്ക്ക് തന്നിരിക്കുന്ന ദൗത്യം, കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൗത്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം, നിങ്ങളുടെ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന ദൗത്യം, ഹല്ലേലൂയ, ആ കർത്താവിനെ മാനിക്കുക, കർത്താവിനെ പിൻപറ്റുക. ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറി പോകരുത്. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, ഒരു ദൗത്യം കർത്താവ് തന്നു എന്നതിന് അർത്ഥം ഹല്ലേലൂയ കഷ്ടങ്ങൾ വരത്തില്ലെന്നോ വേദന വരത്തില്ലെന്നോ അല്ല. ഹല്ലേലൂയ. ഒരു ദൗത്യം കർത്താവ് തന്നു, അതോടൊപ്പം ചില വേദനകളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഹല്ലേലൂയ 23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ശിഷ്യന്മാർ യാത്രയായി. എന്നാൽ അവർ യാത്രയായപ്പോൾ അതിന് 24-ാമത്തെ വാക്യത്തിൽ അവിടെ വലിയ ഒരു കാറ്റ് അവരുടെ ബോട്ടിന് എതിരെ അടിക്കുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർക്കെതിരെ, ശിഷ്യന്മാരുടെ ബോട്ടിനെതിരെ ഹല്ലേലൂയ ഒരു വലിയ കാറ്റടിക്കുകയാണ്. ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഈ യാത്രയിൽ നമുക്ക് പ്രതികൂലങ്ങൾ വന്നെന്ന് വരാം. അനേക വലിയ അൺഎക്സ്പെക്ടഡ് കാറ്റ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാറ്റുകൾ നമുക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ അതുപോലെയുള്ള കാറ്റുകൾ അടിച്ചെന്ന് വരാം. ഹല്ലേലൂയ. ഈ കാറ്റുകളെ ഒന്ന് കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ആ കാറ്റ് വലിയ കാറ്റായിരുന്നു. ആ ബോട്ട് മേലോട്ടും താഴോട്ടും പോകുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. മരിച്ചു പോകുമോ, നശിച്ചു പോകുമോ എന്നുള്ള ഭയങ്ങൾ, ഭാരങ്ങൾ. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു അനുഭവം. അതിന് കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഒരു ദൗത്യം തന്നു. ഹല്ലേലൂയ. ആ ദൗത്യത്തിൽ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പൈശാചികമായ കാറ്റുകൾ, പോരാട്ടങ്ങൾ, പരിശോധനയുടെ കാറ്റുകളൊക്കെ, വിശ്വാസത്തിന്റെ പരിശോധനയെ പരീക്ഷിക്കുന്ന കാറ്റുകളൊക്കെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമെതിരെ അടിച്ചെന്ന് വരാം. എന്നാൽ അതൊന്നും കണ്ട് ഭാരപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ആ വലിയ കാറ്റടിച്ചത് മാത്രമല്ല, ബോട്ട് മേലോട്ട് താഴോട്ട് പോകുന്നത് മാത്രമല്ല, 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 4-ാം യാമത്തിൽ യേശു വെള്ളത്തിലൂടെ കടന്ന് അവരെ രക്ഷിക്കുവാനായി അവരെ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ശിഷ്യന്മാർ ഭയപ്പെട്ട്, ഭാരപ്പെട്ട് അത് യേശുവാണെന്ന് പോലും റെക്കഗ്നൈസ് ചെയ്യുവാൻ, തിരിച്ചറിയുവാൻ ഹല്ലേലൂയ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവരതൊരു പിശാചാണെന്ന് ചിന്തിച്ച്, അവരത് ഭൂതമാണെന്ന് ചിന്തിച്ച് നിലവിളിച്ചു, ഹല്ലേലൂയ, പേടിച്ചു എന്ന് വേദപുസ്തകം പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ യാത്രയിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതുപോലെ ഡിസേൺ ചെയ്തില്ലെങ്കിൽ, നല്ലതുപോലെ അറിയേണ്ടതുപോലെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, ചിന്തിക്കേണ്ടതുപോലെ കാര്യങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ, ദൈവികമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഭയം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് ഹല്ലേലൂയ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഹല്ലേലൂയ ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളത് ദൈവത്തിന്റെ മുന്നിൽ വച്ച ഡിസേൺമെന്റ് നിങ്ങൾക്ക് ലഭിക്കണം. ഒരു നല്ല വിവേചന ശക്തി, ഈ വെള്ളത്തിലൂടെ കടന്നു വരുന്നത് ആരാണെന്നുള്ളതായ ആ വിവേചന ശക്തി ഇത് നിങ്ങൾക്ക് ലഭിക്കണം. ഹല്ലേലൂയ.
അല്ലെ, ഭയപ്പെടേണ്ട കാര്യമില്ല. യേശുവാണ് നിങ്ങളെ അയച്ചത്. ആ യേശു തീർത്തും നിങ്ങളെ അടുത്തു വരും. ഹല്ലേലൂയ. പലരും പ്രയാസങ്ങൾ വരുമ്പോൾ, പലരും കഷ്ടങ്ങളും രോഗങ്ങളും വരുമ്പോൾ യേശു പോലും എന്റെ കൂടെ ഇല്ല എന്ന് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കഷ്ടതയിലും നിങ്ങളുടെ ഭയത്തിന്റെ മധ്യയിലും നിങ്ങളുടെ വേദനയുടെ മധ്യയിലും നിങ്ങളുടെ കഷ്ടത്തിന്റെ മധ്യയിലും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആ കാര്യം നിങ്ങൾ വിവേചിച്ചറിയണം. ഹല്ലേലൂയ. ഇതൊരു ഭൂതമല്ല, ഇത് സാക്ഷാൽ ദൈവമാണ്. നിങ്ങളെ അയച്ച കർത്താവാണ്. നിങ്ങളെ നോക്കുവാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ നിങ്ങൾക്ക് അടുത്തു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ബോട്ട് അടിച്ച്, ഹല്ലേലൂയ, കാറ്റടിച്ച് ബോട്ട് കുലുങ്ങുമ്പോൾ മാനസികമായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, മാനസികമായ ചിന്തകൾ പോലും, ഹല്ലേലൂയ, എല്ലാം കുലുങ്ങിപ്പോയ ഒരവസ്ഥ, കലങ്ങിപ്പോയ ഒരവസ്ഥ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. പ്രത്യേകം അൺഎക്സ്പെക്ടഡ് ഇഷ്യൂസ് സംഭവിക്കുമ്പോൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭയപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുക, എന്റെ പിതാവിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. വലിയ കാറ്റടിച്ചേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ നമുക്കെതിരെ വന്നേക്കാം. എന്നാൽ നമ്മെ രക്ഷിപ്പാൻ, നമ്മെ സഹായിക്കുവാൻ ഒരു യേശു ഇന്ന് രാത്രി നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവാണ് ദൗത്യം തന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ആ ദൗത്യത്തെ നിറവേറാൻ ഉള്ള ബലവും കർത്താവ് തരും. ദൗത്യം തന്നതിന്റെ പിന്നിൽ കഷ്ടതയില്ലെന്ന് ചിന്തിക്കരുത്. എല്ലാ ദൗത്യങ്ങളുടെ പിന്നിലും കഷ്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് തന്ന ആ ദൗത്യങ്ങളുടെ പിന്നിലൊക്കെ വേദനകളും പരീക്ഷകളും വന്നേക്കാം. അതെല്ലാം ഓർത്ത് ഭാരപ്പെടരുത്. കർത്താവ് നിങ്ങളെ നടത്തും. കർത്താവ് നമ്മളെ നടത്തും. ഹല്ലേലൂയ. ഈ ദൗത്യം, ഹല്ലേലൂയ, നമുക്ക് എങ്ങനെ, ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ ഈ ദൗത്യത്തെ നമുക്ക് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും? ഈ പ്രതികൂലങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഒന്നാമതായി അതിന്റെ 27-ാം വാക്യം പഠിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം പഠിക്കുമ്പോൾ യേശു അവരോട് പറയുന്ന ഒരു വാർത്തയുണ്ട്. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് യേശു അവിടെ പറയുവാനിടയായി. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, എങ്ങനെ, ഹല്ലേലൂയ, ഈ ദൗത്യത്തിൽ നാം ഇൻവോൾവ് ആയിരിക്കുമ്പോൾ വരുന്ന കഷ്ടങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാനായിട്ട് കഴിയും? ഒന്നാമതായി, പേടിക്കേണ്ട, ഞാനാകുന്നു, അല്ലെങ്കിൽ ധൈര്യമായിരിക്കുക എന്ന് യേശു പറയുകയാണ്. ലോകം മുഴുവനും ഒരു വലിയ പേടിയിലായിരിക്കുമ്പോൾ, ലോകം മുഴുവനും ഭയപ്പെട്ട് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സഭയോട് ഞാൻ പറയട്ടെ, ദൈവകുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, കർത്താവ് രാത്രി പറയുന്നു, ഇന്ന് വൈകിയ സമയത്ത് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. യേശുവാണ് വെള്ളത്തിന്മേൽ അത് വരുന്നത്. യേശുവാണ് അവർക്ക് പ്രത്യക്ഷമായത്. യേശുവാണ് അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് പ്രിയ സഹോദരങ്ങളെ, ഭയം പലപ്പോഴും നമ്മുടെ ദൗത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്തേക്കാം. ഭയമാണ് പലപ്പോഴും നമ്മുടെ ദൗത്യത്തിൽ നമ്മളെ പിൻവലിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ പിന്തിരിച്ചുകൊണ്ട് പോകുന്നത് ഈ ഭയമാണ്. ഹല്ലേലൂയ. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ പിശാച് ആദികാലം മുതലേ അവൻ ഭയപ്പെടുത്തുന്നവനാണ്. അവൻ, ഹല്ലേലൂയ, ആദികാലം മുതലേ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയാണ്. ഹല്ലേലൂയ. ഭയം, ഹല്ലേലൂയ, അത് പിശാചിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, യേശുവിൽ ഇന്ന് രാത്രി നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ആ ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ തീച്ചൂളയിൽ, ഹല്ലേലൂയ, 6-ാം അധ്യായം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, സിംഹത്തിന്റെ മുഖയിൽ, ഹല്ലേലൂയ, ദാനിയേൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ധൈര്യപ്പെടുകയും ചെയ്തതിനാൽ അവന് അവിടെ വിടുതൽ ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വൈകിയ സമയത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഭയം നമ്മുടെ ദൗത്യത്തെ തോൽവിയിലേക്ക് കൊണ്ടുപോകും. ഭയം, ഹല്ലേലൂയ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് നമ്മളെ, ഹല്ലേലൂയ, നടത്തുകയില്ല. ആ ഭയത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് പുറത്തു വരാം. ഹല്ലേലൂയ. രണ്ടാമതായി നാം പഠിക്കുമ്പോൾ, അത് 28-ാം വാക്യത്തിൽ പഠിക്കുമ്പോൾ, അവിടെ പത്രോസ് യേശുവിനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ സാക്ഷാൽ യേശുവാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ എന്നോട് ഈ വെള്ളത്തിലൂടെ നടന്നു വരുവാനായിട്ട് കൽപ്പിക്കാം എന്ന് പറയുക.
അവിടെ പത്രോസിന്റെ ചില സംശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇന്ന് രാത്രി സംശയത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ ഇന്ന് മാറിപ്പോകട്ടെ. സംശയിക്കുന്ന ഒരു മനുഷ്യന് ഒന്നും ഹല്ലേലൂയ അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. If you are the Son of God, hallelujah. If you are Jesus, tell, hallelujah. And speak, hallelujah, so that I can walk through the water, hallelujah. Doubt in the രാത്രി, hallelujah. The word Eve, hallelujah. ആ വാക്കിന്റെ രാത്രി നമുക്ക് മാറ്റിവെക്കാം. ഹല്ലേലൂയ. പിശാചാണ് ഈ അധൈര്യങ്ങളെ, ഹല്ലേലൂയ, പിശാചാണ് ഈ ഡൗട്ടുകളെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ആദ്യം ഹല്ലേലൂയ ആദാമിനെയും ഹവ്വായെയും കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെയും ജീവിതത്തിൽ ഡൗട്ടുകളെ ക്രിയേറ്റ് ചെയ്തത് ഹല്ലേലൂയ ഈ പിശാച് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം നമ്മളെ സഹായിക്കും. വിശ്വാസത്തിൽ നാം വളരണം. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. കണ്ടിട്ട് വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ വിശ്വസിക്കാൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യേശുവിനെ അടുത്ത് വരുന്ന ഓരോ മനുഷ്യനും യേശുണ്ടെന്നും യേശുവിനെ പിൻപറ്റുന്നവരെ അവൻ അനുഗ്രഹിക്കുമെന്നും അവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കണം. നമ്മുടെ യാത്ര ഒരു വിശ്വാസ യാത്രയാണ്. ഹല്ലേലൂയ. ഇപ്പോഴുള്ളതായ ഈ കഷ്ടം, ഇപ്പോഴുള്ളതായ ഈ വേദന, ഇപ്പോഴുള്ളതായ ഈ കഷ്ടങ്ങളും പോരാട്ടങ്ങളും എല്ലാം മാറും. നമുക്ക് ഒരു വലിയ അനുഗ്രഹം കർത്താവ് തീർത്തും തരും. ഹല്ലേലൂയ. പ്രതികൂലത്തിൽ, കഷ്ടത്തിൽ, വേദനയിൽ, വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. വിശ്വാസത്തിൽ കുഴങ്ങി പോകരുത്. വിശ്വാസത്തിൽ ഹല്ലേലൂയ താഴെ വീണ് പോകരുത്. വിശ്വാസത്തിൽ ചഞ്ചലപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി നിന്ന അനേക ദൈവഭക്തന്മാർ ഇന്നവർ ദൈവത്തെ വിട്ടുപോയതായിട്ട് നാം കാണുന്നു. ഒരു കാലത്ത് സത്യത്തിനായി നിന്നവർ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, പോരാട്ടങ്ങൾ വന്നപ്പോൾ ദൈവത്തെ വിട്ട് ഹല്ലേലൂയ മറഞ്ഞു പോയതായി, മാറിപ്പോയതായിട്ട് നമുക്കറിയാം ആ ചരിത്രങ്ങൾ. അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ആ പാതയെ നാം പിൻപറ്റുന്നവരായിരിക്കണം. ആ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയ കർത്താവ് നിന്റെ കഷ്ടത്തിൽ, നിന്റെ വേദനയിൽ, നിന്റെ പോരാട്ടത്തിൽ നിന്നെ നടത്തുവാൻ അവൻ സർവശക്തനാണ്. ഒരു നാളും ആ കർത്താവ് നമ്മളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. ഒന്നാമതായി ഹല്ലേലൂയ നമ്മുടെ കഷ്ടതയിൽ, ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ മധ്യയിൽ നാം ദൈവ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ഇവിടെ ഹല്ലേലൂയ 27-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാനാകുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതാണ് ദൈവശബ്ദം. നമ്മുടെ കഷ്ടതയിൽ മുട്ടുകൾ മടക്കി കർത്താവിനോട് പ്രാർത്ഥിച്ച ആ വേദന അവസരങ്ങളിൽ ദൈവശബ്ദം നാം ശ്രമിക്കുന്നവരായിരിക്കണം. രണ്ടാമതായി ദൈവത്തെയും ദൈവശക്തികളെയും ദൈവ അധികാരങ്ങളെയും നമ്മൾ ഡൗട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഉറച്ചു വിശ്വസിക്കുന്നവരായിരിക്കണം. ഉറപ്പോടുകൂടെ കർത്താവിനായി നാം നിൽക്കുന്നവരായിരിക്കണം. മൂന്നാമതായി പഠിക്കുമ്പോൾ അതിന്റെ 30-ാം വാക്യത്തിൽ ഹല്ലേലൂയ പത്രോസ് യാത്രയായ പത്രോസ് ഹല്ലേലൂയ ആരംഭത്തിൽ നല്ല ധൈര്യവാനായി യാത്ര തുടങ്ങി. എന്നാൽ കാറ്റ് വീണ്ടും അതിശക്തമായി അടിച്ചതോടുകൂടെ പത്രോസിന് ആ ഭയം വീണ്ടും തിരിച്ചു വരുവാനിടയായി. അങ്ങനെ ആ ഭയം തിരിച്ചു വന്നപ്പോൾ പത്രോസ് ഹല്ലേലൂയ മുങ്ങുവാനായി തുടങ്ങി. ഹല്ലേലൂയ. അവിടെ പത്രോസിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, പത്രോസ് നല്ല മീൻപിടുത്തക്കാരനാണ്. അവന് നല്ലതുപോലെ ഹല്ലേലൂയ സ്വിം ചെയ്യാൻ അറിയാം, നല്ലതുപോലെ നീന്താൻ അറിയാവുന്ന ഒരു പത്രോസാണ്. എന്നാൽ പത്രോസ് ആ നീന്തലിനോ ഒന്നും തുനിയാതെ രക്ഷക യജമാനനെ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കഴിയുകയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ കഷ്ടതയിലും വേദനയിലും പോരാട്ടത്തിലും ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിക്ക് അനുസൃതമായിട്ടല്ല, ദൈവത്തിന്റെ പ്ലാനിനായി നാം സമർപ്പിക്കണം. വേദപുസ്തകത്തിൽ നമ്മൾ രൂത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, രൂത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൾക്ക് ലോജിക്കലായിട്ട് എല്ലാ രീതിയിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരുന്നു ആരംഭത്തിൽ. 3 മരണം ആ കുടുംബത്തിൽ, എല്ലാം നഷ്ടമായ ഒരു രൂത്ത്. എന്നാൽ അവൾ മാനുഷികമായ ശബ്ദം ശ്രമിക്കാതെ ദൈവിക ശബ്ദത്തിനായി അവൾ സമർപ്പിച്ചതിനാൽ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവൾ ബോവസിന്റെ വയലിൽ വന്നു ചേരുവാനും അവിടെ ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവവും
ബോവസിനെ വിവാഹം കഴിക്കുവാനും ഹല്ലേലൂയ അതുമൂലം അവളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ മുങ്ങുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ കാലുകൾ താഴോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഭയപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നതിന് പകരം സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ചാൽ കർത്താവ് നമുക്കൊരു വിടുതലെ തരും. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിടുതലെ തരും. കർത്താവ് നമ്മളെ തീർത്തും സഹായിക്കും. കർത്താവ് തീർത്തും നമ്മളെ മാനിക്കും. നാലാമത്തെ കാര്യം, നമ്മുടെ കഷ്ടതയുടെ മധ്യയിൽ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായിരിക്കണം. പത്രോസ് നിലവിളിച്ച ഉടനെ നാം വേദപുസ്തകത്തിൽ കാണുന്ന 31-ാമത്തെ വാക്യത്തിൽ ഉടനെ യേശു തന്നെ കരം നീട്ടി പത്രോസിനെ തൂക്കിയെടുക്കുകയാണ്. ഉടനെ യേശു തന്നെ കരം നീട്ടി. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. Immediately Jesus extended his hand and lifted Peter from the water. Hallelujah. വെള്ളത്തിൽ നിന്ന് പത്രോസിനെ യേശു പെട്ടെന്ന് കൈപിടിച്ച് അതിന്റെ കരയിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്ത് കർത്താവ് തന്നെ കരം നീട്ടും. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരായിരിക്കണം. അല്പം നിങ്ങൾ താഴോട്ട് മുങ്ങുന്നു എന്ന് ചിന്തിക്കുമ്പോൾ കണ്ണീരോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ആ സമയത്ത് തന്റെ കരം നീട്ടും. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. കഷ്ടത എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ വേദന എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. കഷ്ടത എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു കുരിശ് ചുമക്കുവാനുണ്ട്. ഹല്ലേലൂയ. ആ കുരിശിനെ എറിഞ്ഞിട്ട് ഓടിക്കളയരുത്. ആ കുരിശിനെ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ ഗോൽഗോഥയിലേക്ക് പോകുന്ന യേശു. ഹല്ലേലൂയ. കുരിശിനെ ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് പോകുന്ന യേശു. ആ യേശുവിനെ ഇന്ന് രാത്രി നമുക്ക് പിൻപറ്റാം. നിങ്ങളുടെ സമയം നിങ്ങൾ തീർത്തും അറിഞ്ഞിരിക്കണം. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ യേശു കരം നീട്ടി ഹല്ലേലൂയ അവരെ വിടുവിച്ചതായി, ഹല്ലേലൂയ പത്രോസിനെ രക്ഷിച്ചതായിട്ട് നാം അവിടെ കാണുകയാണ്. നിങ്ങളുടെ സമയം വരും, എന്റെ സമയം വരും. കർത്താവ് കരം നീട്ടി നമ്മളെ തീർത്തും രക്ഷിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഹല്ലേലൂയ. 32-ാം വാക്യം പഠിക്കുമ്പോൾ ഹല്ലേലൂയ യേശു ഉടനെ ഹല്ലേലൂയ അവന്റെ പടകിൽ കയറി. 32-ാം വാക്യം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. അഞ്ചാമതായി കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. യേശു നമ്മുടെ പടകിൽ കയറണം. ഹല്ലേലൂയ. കർത്താവിനായി സമർപ്പിക്കുന്ന ഒരു അനുഭവം. നിങ്ങൾ കർത്താവുമായിട്ട് ദൂരെ അല്ല. ഹല്ലേലൂയ. പടകിലേക്ക് യേശു കയറുന്ന ഒരു അനുഭവം, ഒരു ഇന്റിമസി വിത്ത് ഗോഡ്. അല്ലെ കർത്താവുമായി അടുത്തു വരുന്ന ഒരു അനുഭവം. അല്ലെ കഷ്ടതയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, കഷ്ടതയിൽ നമ്മുടെ കുറവുകളൊക്കെ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ആ പടകിൽ അത് യേശു കടന്നു വരട്ടെ. യേശു നമ്മുടെ പടകിൽ കയറട്ടെ. യേശു നമ്മുടെ പടകിൽ കയറുവാൻ നാം അനുവദിക്കണം. യേശു നമ്മുടെ പടകിൽ കയറിയാൽ കാറ്റ് ഹല്ലേലൂയ തീർത്തും ഹല്ലേലൂയ ഒരു ശമനത്തിലേക്ക് വരും. കാറ്റ് അവസാനിക്കും. ഹല്ലേലൂയ. അത് ദൈവം നമ്മളുമായിട്ടുള്ള ആ ഇന്റിമസിയെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. പടകിൽ കയറുന്ന യേശു ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ പടകിൽ ഇന്ന് രാത്രി യേശു കയറട്ടെ. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് യേശു നമ്മുടെ പടകിൽ കയറിയാൽ ഹല്ലേലൂയ അവിടെ കാറ്റ് ഹല്ലേലൂയ ശമിക്കും. അവിടെ ഒരു വിടുതൽ വരും. ഹല്ലേലൂയ. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാനുള്ള ഒരു സമയം, നമ്മുടെ പാപങ്ങളെ കണ്ടുവരുവാനുള്ള ഒരു സമയം, അതിനെയൊക്കെ വിട്ട് യേശുവിനോട് അടുത്തു വരാനുള്ള സമയം. ഹല്ലേലൂയ. ശമൂവേൽ പറയുന്നു, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു എന്ന് ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകൻ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണരുവാൻ അതിന് ഉള്ള ഒരു സമയമാണ് ഈ സമയം. ഹല്ലേലൂയ. ഈ കഷ്ടതയുടെ നിമിഷം അത് നമ്മളെ തന്നെ ചെക്ക് ചെയ്യുവാൻ, നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സമയമാണ്. ഹല്ലേലൂയ. ദൈവമായി അടുത്തു വരുവാൻ, പടകിൽ യേശു കയറുന്ന ഒരു അനുഭവം, കർത്താവിനെ സേവിക്കുവാനുള്ള ഒരു സമയം. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തെ സേവിക്കുവാനായി തീരുമാനമെടുക്കുന്ന ഒരു സമയം. പടകിലേക്ക് യേശുവിനെ വെൽക്കം ചെയ്യാം. പടകിലേക്ക് ഹല്ലേലൂയ പടകിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ അല്പസമയം മാറ്റിവെച്ചതിന് ശേഷം യേശുവിന് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം.
ഹല്ലേലൂയ. ഇതുവരെ നമ്മുടെ പടകിൽ മറ്റു പല കാര്യങ്ങളായിരുന്നു നാം ചിന്തിച്ചത്. യേശു നമ്മുടെ പടകിൽ കയറി. യേശു നമ്മളുമായിട്ടുള്ള യാത്രയാണ് ഇനിയുള്ള യാത്ര. ഹല്ലേലൂയ. ഇതുവരെ ശിഷ്യന്മാർ തനിയായിരുന്നു. യേശു പടകിൽ കയറി. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ അടുത്തു വരുന്ന അനുഭവം. യേശു പടകിൽ കയറിയ ഉടനെ കാറ്റമർന്നു. ഹല്ലേലൂയ. പടക് ശാന്തമായി എന്ന് വേദപുസ്തകം പറയുകയാണ്. ഹല്ലേലൂയ. അതിന് 33-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവരെല്ലാവരും അവരെ നമസ്കരിച്ചു, ആരാധിച്ചു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് അവരെല്ലാവരും ടെസ്റ്റിഫൈ ചെയ്യുകയാണ്. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. ഒരു ആരാധനയുടെ അനുഭവവും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുകയാണ്. ഇന്ന് ഞാൻ എന്നെ ശ്രമിച്ച പ്രിയ ദൈവങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ആ ആരാധനയുടെ അനുഭവം, ദൈവത്തെ അധികമായി അറിയുന്ന അനുഭവം. ശിഷ്യന്മാർ അനേക നാളുകൾ യേശുവിനോട് കൂടെ ഇരുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു, അവർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഷ്ടതയിലൂടെ ഈ ദൈവപുത്രൻ ആരാണെന്നും ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്നും ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണെന്ന് ജനം മനസ്സിലാക്കുവാനിടയായി. നിങ്ങളുടെ കഷ്ടതയിൽ, നിങ്ങളുടെ വേദനയിൽ ഈ കർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കുകയും കർത്താവിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഇത്രത്തോളം ഞങ്ങളെ നടത്തുകയും ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തുകയും നിന്റെ കൃപയിൽ പൊതിയുകയും ചെയ്തതിനായി സ്തോത്രം. ഇനിയും ഞങ്ങളെ മാനിക്കണമേ, ഇനിയും ഞങ്ങളെ സഹായിക്കണമേ, ഇനിയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ കഷ്ടതയിൽ നിന്നോട് അടുത്ത് വരുവാൻ, കർത്താവേ നിന്നെ പിൻപറ്റുവാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. പിതാവേ, മാനിക്കണമേ, കൃപയിൽ പൊതിയണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ പരിനാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ട് പാടുകയും സ്തോത്രം ചൊല്ലുകയും ചെയ്യുന്നതായിരിക്കാം. കർത്താവിനായി അത് നമുക്ക് കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ചെയ്യുന്നു കർത്താവേ. കർത്താവേ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ കർത്താവേ ഞങ്ങൾ പല സ്ഥാനങ്ങളായിരുന്നിട്ടും കർത്താവേ ഇങ്ങനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒന്നും കടന്നുവരുവാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. പല സ്ഥാനങ്ങളായി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളായിരിക്കുന്നവർക്ക് കർത്താവേ നിന്റെ വിടുതലിന്റെ കരം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കഷ്ടങ്ങളായിരിക്കുന്ന കർത്താവേ ആവശ്യങ്ങൾ അറിഞ്ഞവരോട് കൂടി ഇരുന്ന് കർത്താവേ സൗഖ്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. കാലം ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ ജീവിതത്തിൽ കർത്താവേ നോക്കുവാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ഭയപ്പെടാതെ വേണം കർത്താവേ. കഷ്ടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സംശയിക്കാതെ വേണം കർത്താവേ. നിന്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കടവിൽ കർത്താവേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവേ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവേ. എപ്പോഴും ഞങ്ങളെ കൈവിടാതെ വേണം കർത്താവേ. ഞങ്ങളുടെ സമയ ആവശ്യങ്ങളിൽ കർത്താവേ പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച കാലം മുഴുവൻ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകൾക്കുമേ സർവ്വസ്തുത പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഏവരോടും സകല വിശുദ്ധന്മാരോടും ഇത് വൈകിയ സമയത്ത് നാം കേട്ട വചനത്തോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ നാം വരവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ചില അറിയിപ്പുകൾ. ഈ ബുധനാഴ്ച നമുക്ക് ഹീലിംഗ് പ്രാർത്ഥനയുണ്ട്. 7:30 തമിഴിലും ഇംഗ്ലീഷിലും നമുക്ക് ഹീലിംഗ് പ്രാർത്ഥനയുണ്ട്. അടുത്ത ഞായറാഴ്ച രാവിലെ 10:30 നമുക്ക് മോർണിംഗ് സർവീസ് ഉണ്ട്. ഓൺലൈൻ സർവീസ് 5 മണിക്ക് വീണ്ടും മലയാള ആരാധനയുണ്ട്. നമ്മളെ സഹായിക്കും.